കണ്ണ് കണ്ടുകൂടാ. ഞാനിച്ചിരി താമസിക്കും. താൻ പോയിട്ട് തിരിച്ചുവിടാ വന്നാ മതി. ഇവിടെ സർക്കസ് നടക്കുന്നു. എനിക്കറിയില്ല. ഇന്ന് എവിടെയാ സർക്കസ്? എനിക്കറിയില്ല. ആരെയോ പ്രതീക്ഷിച്ച് നിൽക്കുകയാണെന്ന് തോന്നുന്നല്ലോ. അതെ അതെ. ആരെയാണാവോ? എക്സ്പെക്ടിങ് യുവർ സ്വീറ്റ് ഹാർട്ട്. യു സെഡ് ഇറ്റ്. എങ്ങനെ മനസ്സിലായി? ഈ ഡ്രസ് കണ്ടപ്പോ മനസ്സിലായി. അത്രയ്ക്ക് കാണുന്നില്ലല്ലോ. ഇനിയിപ്പോ വരുമെന്ന് തോന്നുന്നില്ല. കരുതാക്കൊണ്ടൊന്നും പറയാതെ ഉപദ്രവിക്കാൻ പോണം മിസ്റ്റർ. നമ്മൾ തമ്മിൽ പഴയ പരിചയക്കാനാണെന്ന് തോന്നുന്നില്ല. പക്ഷെ കണ്ടുമുട്ടാൻ സാധിച്ചത് ഇപ്പോഴാ. എങ്ങനെ അറിയും? ഞാൻ ശോഭയുടെ അച്ഛനാ. അത് ശരി. നൈസ് ടു മീറ്റ്. നിനക്ക് പ്രേമിക്കാൻ എന്റെ മോളെ മാത്രമേ അടിച്ചുള്ളൂ. അടിച്ചതിന്റെ പോമാളി കാരണക്കുട്ടി ഞാൻ ജയിച്ചുള്ളൂ. കുരി കുടിക്കാൻ കേട്ടവനെ. ആനന്ദേ, എന്താടാ? അയ്യോ, ഇന്നത്തോടുകൂടി ഈ മദ്യപാനം നിർത്തും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ശരീരത്തിന് ഭയങ്കര ദോഷമാണെന്ന് ഞാൻ ഒരു പുസ്തകത്തിൽ വായിച്ചു. പക്ഷെ എന്റെ ചേട്ടനുണ്ടല്ലോ, അയാളൊരു ബൂർഷ എന്ന് വെച്ചാ അർത്ഥമൊന്നും എനിക്കറിയത്തില്ല. ഇഷ്ടമല്ലാത്തവരെ പലരും വിളിക്കുന്ന കേട്ടിട്ടുണ്ട്. തല്ലിപ്പൊളി, ദുഷ്ടൻ, കഴിവറുടെ മോൻ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. ബൂർഷയാ. നീ അല്പം ഓവറാണ്. അത് പള്ളി പറഞ്ഞ വേളയാ. ഇന്ന് ഇവിടെ കിടക്കാം. ഏട്ടം വരില്ല. അത് അയാൾ വന്ന തന്നെ എന്ത് ചെയ്യും? നീ ഒരു 4 പെക്കൂടെ വെച്ചോ, അടിച്ചടിക്കാം. അല്ലെങ്കിൽ ഒരു വര വരയ്ക്കുക. ഞാൻ അതിൽ കൂടെ നൂല് പിടിച്ച പോലെ നടന്നു. ഏട്ടം വന്നു തോന്നുന്നു. ഇന്ന് വരില്ലെന്നല്ല പറഞ്ഞത്. നീ പൊയ്ക്കോ. പിന്നെ ഏട്ടിന്റെ മുമ്പിൽ മര്യാദയ്ക്ക് നടക്കണം. നമ്മൾ കുടിച്ചെന്ന് ഒരു സംശയം തോന്നരുത്. ഞാൻ ഏറ്റു. അത് മണത്ത് നോക്കിയാൽ പോലും പിടിക്കില്ല. പോ പോ. ചേട്ടന്ന് വരില്ലെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് തിരിച്ചു വരേണ്ടി വന്നു. എനിക്ക് ഡൽഹിയിൽ നിന്നൊരു കോൾ ഉണ്ടായിരുന്നില്ലേ? എനിക്കറിയില്ല. എങ്ങനെ അറിയാനാ? ഇവിടെ ഉണ്ടെങ്കിലല്ലേ അറിയൂ. ഇനി രാത്രി സഞ്ചാരത്തിനുള്ള പുറപ്പാടാവും. ഇല്ല, നിതിന്റെ വീട്ടിൽ പോയാണ്. ഓ, നിനക്ക് ജോലി വല്ല ശരിയായോ? കറങ്ങി നടക്കാതെ വീട്ടിൽ കയറി വല്ലതും പഠിച്ച് ടെസ്റ്റൊക്കെ എഴുതാൻ നോക്ക്. ഗുഡ് നൈറ്റ്. ഓ, ഗുഡ് നൈറ്റ്. ഞാൻ പോയിട്ട് വരാം. ചേട്ടനോട് ക്ഷമിക്കണം. ഞാൻ ചേട്ടനെ ബൂർഷ എന്ന് വിളിച്ച് ബൂർഷാന്ന് വിളിച്ച് എന്റെ ഇതുപോലുള്ള തെണ്ടികളെ വീട്ടിൽ കയറ്റുന്ന നിന്നെ വേണം തല്ല. അവൻ തെണ്ടിയല്ല. ഹീസ് മൈ ഫ്രണ്ട്. യു കോണ്ട് ഇൻസൾട്ട് ഹിം ലൈക്ക് ദാറ്റ്. എന്റെ വീട്ടിൽ വന്ന് കയറി കൂത്താടിയിട്ട് അത് തെറ്റെന്ന് പറഞ്ഞു പോയതാണ് ഇൻസൾട്ട് എങ്കിൽ ഇനി ഞാൻ പറയുക മാത്രമല്ല, ഐ വിൽ കിക്ക് ഹിം ഔട്ട് ഓഫ് മൈ ഹൗസ്. മേലിൽ ഇവരെ വീട്ടിൽ കണ്ടുപോയത്. ചേട്ടന്റെ സ്നേഹവും ബന്ധവും അച്ഛനോടുകൂടെ മാത്രമാണുള്ളത്. അത് മാത്രമാണ് ചേട്ടന് വലുത്. പക്ഷെ എനിക്ക് ആളുകൾ ഇവൻ മാത്രമാണ്. ഹി മീൻസ് എ ലോട്ട് ടു മീ. അവൻ ഈ വീട്ടിൽ കയറാൻ അനുവാദമില്ലെങ്കിൽ പിന്നെ എനിക്കും ഈ വീടിന്റെ ആവശ്യമില്ല. ആനന്ദ്, സുഖമാണല്ലേ? അല്ലോ, മിസ്സിസ് മേനോനെ കണ്ടിട്ട് കാലം എത്രയാ? ഇത് എവിടെയാണപ്പാ? വീട്ടിൽ ജോലി ഒഴിഞ്ഞിട്ട് വേണ്ടേ പുറത്തിറങ്ങാൻ? സരസ്വതിയോടെ അവിടെ ഇരിപ്പുണ്ട്. അങ്ങോട്ടേയുള്ളൂ. മോനെ, അങ്കിളിനെ മനസ്സിലായോ? പണ്ട് ജമ്മുവിൽ നമ്മളോടൊപ്പം ഇതെന്റെ മോനാ. ഹലോ, വെരി ഗ്ലാഡ് ടു മീറ്റ് യു. അന്ന് ഇത്രയല്ലേ ഉണ്ടായിരുന്നുള്ളൂ. ഈ ഇടയ്ക്ക് അങ്ങോട്ട് താമസം മാറ്റിയത്. ഈ അടുത്ത കാലത്ത് എവിടെയോ വെച്ച് കണ്ടൊരു ഓർമ്മ തോന്നുന്നു. ചേച്ചി ഇന്നെങ്കിലും വന്നല്ലോ. ഞാൻ എത്ര നാളായി വിളിക്കുന്നു. ഞാൻ ഇപ്പൊ പറഞ്ഞ നാട്ടിൽ എടുത്തേ ഉള്ളൂ. I think it was during 65 war.
Major Dhawan and Mrs. Dhawan split us because of the Captain Dolly female. So what I did was, say, do you know what I did? Madi Amma, endonu varadu? Hey, please sit down. Please sit down. Do you know what I say? Come on. Meet Mr. Nitin. He's Captain George. Hello. Captain Roy. Hello. This is Captain please. Sam. Hello. Come on. Varu. Sit down, my boy. Shall I pour you a drink? എന്റെ മോൻ ജ്യൂസ് മാത്രമേ കഴിക്കൂ. ആണോ? വേണ്ട. Listen, my boy. After 65 wars, you know what I say? I married another bloody female. Sit down. Listen, boy. After 6.5 months later, you know what happened to my foot? പിന്നെ ആ ഭാഗത്തിരിക്കുന്നവർക്കൊക്കെ സാധനങ്ങൾ വല്ലതും കിട്ടിയോന്നൊക്കെ ശ്രദ്ധിക്കണം. ഇതൊക്കെ വച്ചുണ്ടാക്കിയിട്ട് വേറെ എന്ത് ചെയ്യാൻ സാധിക്കാനാ? വീട്ടിലേക്ക് വരണം കേട്ടോ. വരാം. ഷോ മോനെ നിങ്ങൾ കഴിച്ചോന്ന് അറിഞ്ഞില്ല. മോനെ അമ്മ വിളിക്കണം. അങ്ങോട്ട് ചെല്ലു. നടക്കും. മോൻ വല്ലതും കഴിച്ചോ? എന്തോ കടന്ന് വിളിക്കുന്നത്? അവിടെ ഇരിക്കല്ലേ ഞാൻ? അവിടെ കൊടുക്കും. പഠിക്കുന്നുണ്ടോ? പഠിക്കുന്നു. ബിക്ക്. അമ്മ എന്നെ വിളിച്ചോ? ഇല്ലല്ലോ. ആര് പറഞ്ഞു ഞാൻ വിളിച്ചെന്ന്? ഓ, എനിക്ക് തോന്നിയതാവും. ആ മോനെ, ഇതാരാണെന്നറിയാമോ? അങ്കിളുടെ മോളാ. ഇത് എന്റെ മോൻ നിതിൻ. പണ്ട് ജമ്മുവില് കൊച്ചായിരുന്നപ്പോ നിങ്ങൾ തമ്മിൽ എപ്പോഴും തമ്മിൽ തന്നെയായിരുന്നു. ഓ, ഇപ്പൊ അതൊന്നും ഓർമ്മയുണ്ടാവില്ല. എന്റെ പേരെന്ന് പറഞ്ഞേ? ശോഭ. മോനെ പോണ്ടേ? തിരുവനന്തപുരം കുറച്ച് കഴിഞ്ഞു. ഞാൻ നിന്നെ ഒരു തെറ്റും പറയത്തില്ലാണെന്നേ. നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിലും വീണുപോയനെ. സച്ച് എ ക്യൂട്ട് പ്രറ്റി ലവ്ലി ഗേൾ. നീ എന്തായി പറയണത്? മച്ചമ്പി, ഞാൻ നിന്റെ ശോഭയെ കണ്ടു, അവളുടെ വീട്ടിൽ പോയി പരിചയപ്പെട്ടു. ഇനി എന്തറിയണം? എന്റെ ശോഭയോ? ഉയ്യോ, ആ തന്തയുടെ മുമ്പിന്ന് ആളറിയാതെ ഞാൻ രക്ഷപ്പെട്ട പാട്. നീ വാ, അവള് വരാത്തതായി. നമുക്ക് ഒരുമിച്ച് വളയ്ക്കാം. ഒരുമിച്ചോ? നമ്മൾ ഒരുമിച്ച് ചൂണ്ടയിടുന്നു. ഏതിലവൾ കുത്തുന്നു അവൻ ഭാഗ്യവാൻ. ഇന്ന് വേണ്ട, നാളെ നമുക്ക് ഒരുമിച്ച് പോവാം. അതെന്താ? പിന്നെ നിന്റെ ഷർട്ടൊക്കെ മഹാബോറ. അത് ഞാൻ സഹിച്ചോളാം. എടാ പൊന്നും കൂടത്തിന് എന്തിനാടാ പൊട്ട്? നീ വാ, വാടാ, വാ. അലിയ ബസ് വിട്ടോടാ. നല്ല പുസ്തകം. അമ്മേ, നാളെയല്ലേ അമ്മ അച്ഛന്റെ പിറന്നാള്? നാളെ തിങ്കളാഴ്ചയല്ലേ അമ്മേ? ഞാനിങ്ങോട്ട് വരുന്ന വഴിക്ക് നമ്മുടെ കേണൽ അങ്കിളിനെ കണ്ടു. നമ്മുടെ കേണൽ അങ്കിളിനെ കൂടെ ആന്റി ഉണ്ടായിരുന്നു. അമ്മ എന്താ അമ്മേ അവരിങ്ങോട്ട് ക്ഷണിക്കാത്തത്? അമ്മേ, അവരിങ്ങോട്ട് ക്ഷണിക്കാത്തത്? അടുത്ത പ്രാവശ്യം അച്ഛൻ ലീവിന് വരുമ്പോ അവരെ വിളിക്കാം. ഓ, അത് താമസിക്കും. നമ്മളെ അവര് വിളിച്ചതല്ലേ, അവരെ നമ്മൾ വിളിച്ച് ഒരു ട്രീറ്റ് കൊടുക്കുന്ന മഹാമോശ. ഒരു മോശമല്ല.
എടാ, ആ പുസ്തകം ഇതാ, കളിക്കരുത്. നിനക്കെന്താ അത്ര നിർബന്ധം അവരെ വിളിക്കണം? നിർബന്ധമൊന്നുമല്ല. അതാ എന്റെ ശരി. നാളെ അച്ഛന്റെ ബർത്ത്ഡേ അവിടെ അല്ലേ? ആ, നമുക്ക് സൗകര്യം പോലെ വിളിക്കാം. നീ പുസ്തകം വേണ്ട. നിന്നെ കൊണ്ട് ശല്യം തന്നെ. നാളെ വിളിക്കാം. നീ പുസ്തകം വിളിക്കോ? ആ, പുസ്തകം. ചേട്ടനില്ലാത്തത് കൊണ്ട് ഞാൻ ആരെയും വിളിച്ചില്ല. നിങ്ങൾ മാത്രം മതിയെന്ന് വിചാരിച്ചു അതിഥികളായിട്ട്. ഞങ്ങൾ അതിഥികളല്ലല്ലോ. വി ആർ ഓൾ മെമ്പേഴ്സ് ഓഫ് എ ബിഗ് ഫാമിലി. അല്ലേ ഇത്? മതിയോ? അവൾ അങ്ങനെയാ. എന്നാ എഴുന്നേറ്റുള്ളൂ. ഫോർമാലിറ്റീസ് ഒന്നും ഇല്ല കേട്ടോ. എനിക്കും മതി. തടി അല്പം കൂടുന്നുണ്ട്. ഞാനിപ്പോ ഡേറ്റിംഗിലാ. ആണുങ്ങളായ അല്പം തടിയൊക്കെ വേണം. ഇത് അത്ര വലിയ തടിയൊന്നുമല്ല. ശോഭയ്ക്ക് റോസാപ്പൂക്കൾ ഇഷ്ടമാണോ? അതെ. ഇതെല്ലാം ഞാൻ തന്നെ സ്വന്തമായിട്ട് നട്ടു വളർത്തിയ. അതെ. ഞാനിവിടെ കുറെ റോസാ ചെടിയിൽ നട്ട് വളർത്തിയിട്ടുണ്ട്. ഇവിടെ ഒരു ചെറുക്കനുള്ളതിനെ കൊണ്ട് അതിന് അല്പം വെള്ളം ഒഴിക്കാൻ പോലും പ്രയോജനമില്ല. എന്താ നോക്കുന്നത്? ഒന്നുമില്ല. എനിക്ക് ഭയങ്കര വിശപ്പ്. പിന്നെന്താണ് എഴുന്നേറ്റ് പോകുന്നത്? ഒരു സന്ദർഭം കൂടി കിട്ടിയതുകൊണ്ട്. എന്താണ്? എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. പറഞ്ഞോട്ടെ. വളച്ചു കെട്ടാനൊന്നും ഉദ്ദേശമില്ല. ആദ്യം കണ്ടപ്പോ തന്നെ എനിക്ക് ശോഭ ഇഷ്ടമായി. അപ്പോൾ മുതൽ പറയണമെന്ന് കരുതിയതാ. പക്ഷേ ഇപ്പോഴാണ് ഒരു ചാൻസ് കിട്ടിയത്. ഐ ലവ് യു. എയിം. എന്താ ചിരിക്കുന്നത്? കൂട്ടുകാരനെ ഫ്രഞ്ച് പഠിപ്പിച്ചതും നിതിനാണല്ലേ? എന്നിട്ടല്ലേ പിഗെന്ന് വിളിപ്പിച്ചില്ലേ? ഐ ആം സോറി ഫോർ ദാറ്റ്. പിന്നെ എനിക്ക് ഉത്തരം കിട്ടിയില്ല. എന്നോട് വെറുപ്പൊന്നും ഉണ്ടാവില്ലെന്ന് എനിക്കറിയാം. എങ്കിലും ഐ എം സോറി. ഞാനൊരു സത്യം പറയട്ടെ. ഞാൻ മറ്റൊരാളെ ഇഷ്ടപ്പെടുന്നു. ഇഷ്ടപ്പെട്ടുപോയി. ആരാത്? ആനന്ദ്. ഐ ലൈക്ക് ഹിം. കളിയാ, ഇന്ന് നിന്റെ ചെലവ് മുഴുവൻ എന്റെ വക. ദിസ് ഡെഫിനറ്റ്ലി കോൾസ് എ സെലിബ്രേഷൻ. ടുഡേ ഈസ് മൈ ഡേ. നിന്റെ ചാട്ടം കണ്ടാ തോന്നും നീ അവളെ കെട്ടിക്കഴിഞ്ഞെന്ന്. ഏതായാലും നിന്റെ വീരവാദമൊക്കെ തീർന്നില്ലേ? എന്റെ ചൂടയിൽ തന്നെ കൊത്തി. നീ എത്ര വലിയ ഭാര്യമൊന്നും അടിക്കണ്ട കേട്ടോ. എന്റെ കൈക്ക് വേണ്ട പെണ്ണുങ്ങളൊന്നും ഇല്ല. ഇത് പെണ്ണ് വേറെ. ഇതൊക്കെ എന്താ കൊമ്പുണ്ടോ? അത് ദേഹം മുഴിക്കാൻ പറ്റും. രാവിലെ എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കല്ലേ? കിട്ടാത്ത മുന്തിരി പൊളിക്കും. വാശി പിടിപ്പിക്കല്ലേ? ഒരല്പം വാശി ഉണ്ടെന്ന് വെച്ചോളൂ. തീർച്ചയാണോ? ബട്ട് ഞാൻ അവളെ കെട്ടും. അവൾ എന്റേതായിരിക്കും. ബട്ട് ഐ ആം ഗോയിങ് ടു മാരി ഹെർ ആൻഡ് ഷീ ഈസ് മൈൻ. ഇനി വന്നിതിൻ നമുക്ക് ആഘോഷിക്കാം. ബസ് വരുന്നുണ്ട്. എന്താ അമ്മോ? എവിടെ നിന്നാണ് കാലത്തെ ആരാധന? അധികം ചിരിക്കണ്ട. തല്ലുകൊണ്ട് നിന്റെ സ്ഥലം കിട്ടോ? നീ മരിച്ചാലും സാരമില്ല ശോഭ. আমি তোমাকে ভালোবাসি. ഇതെന്ത് ഭാഷ?
ബംഗോളി. മനസ്സിലാകുന്ന ഭാഷ പറഞ്ഞ പോരെ? എന്നാ പറയാൻ കേട്ടോളൂ. ഐ ലവ് യു. പിന്നെ നടന്ന് ചെരുപ്പ് 6 എണ്ണം വാങ്ങി, ബൈക്കിന്റെ ടയർ 5-6 മാറ്റി, വെയിൽ കൊണ്ടുകൊണ്ട് പഴയ ഗ്ലാമറും പോയി. ആരും പറഞ്ഞില്ലല്ലോ ഇങ്ങനൊന്നും ചെയ്യാൻ. പക്ഷേ ഇപ്പൊ എനിക്ക് നഷ്ടമൊന്നുമില്ല. ഞാൻ പോട്ടെ, ബസ്സിന് സമയമായി. അയ്യോ, ഞാൻ കൊണ്ടുവിടാം. ആ ഡാഡിയുടെ കയ്യിൽ ഒരു ഡബിൾ ബാരൽ തോക്കുണ്ട്, അറിയോ? അറിയാമേ. ഒറ്റ വെടി മതി. രണ്ടും ഒരുമിച്ചാണെങ്കിൽ എനിക്ക് പേടിയൊന്നുമില്ല. ഏതായാലും ഭാഗ്യം പരീക്ഷിക്കണ്ട, പറ്റുള്ളൂ. ചേട്ടത്തി സുന്ദരിയല്ലേ? മോക്ക് പിടിച്ചു സുന്ദരിയാന്ന്. ഓ, ഒരു ഗമ കണ്ടില്ലേ? അത്രയ്ക്ക് വലിയ സുന്ദരിയൊന്നുമല്ല. എന്നാലും എനിക്കിഷ്ടം. ഗുഡ് നൈറ്റ്. നേരം വെളുക്കുമ്പോ വന്നാൽ ഈ പുല്ലിനെല്ലാം മഞ്ഞുതുള്ളികൾ കാണാം. എന്തെങ്കിലും പറയുന്നേ? പച്ചയ്ക്ക് പകരം പകരം മരങ്ങളുടെ ഇലകളുടെ നിറം നീലയായിരുന്നെങ്കിൽ അല്ലേ? അത് കൊള്ളാം. എന്താ മിണ്ടാതിരിക്കുന്നേ? ആ, ഈ നിറം കൊള്ളാല്ലേ? അങ്ങനെ എന്താ? ആർക്കാടാ പോവേണ്ടത്? നിനക്കാണോ?
സാരമില്ല. നമുക്ക് പോവാം. ഷർട്ടിടണ്ട കേട്ടോ. എനിക്കിഷ്ടമല്ല ഈ ദുഃഖത്തിന്റെ നിറം. പിന്നെ ഏത് നിറമാ സാറിന് ഇഷ്ടം? ഇരിക്കും. ബ്ലൂ. ആ, ഞാനൊരു ബ്ലൂ ഷർട്ട് വാങ്ങിത്തരാം. നന്നായിട്ട് വരും. സിഗരറ്റ് പോകാൻ മുഖത്തേക്ക് ഓടിയിടുക. സോറി. എന്തിനാ ഇങ്ങനെ വലിക്കുന്നത്? ഒന്ന് നിർത്തിക്കൂടെ? എന്തിനാ നിർത്തുന്നത്? ഞാൻ പറയാ, പ്ലീസ് നിർത്തുന്നേ. ആജ്ഞയാണോ അപേക്ഷയാണോ? അപേക്ഷയാണ്. ഓക്കെ, ഫ്രം ദിസ് മൊമെന്റ്. സോറി, ഞാൻ ഓർത്തില്ല. ശോഭേ, എനിക്ക് കാത്തിരിപ്പ് വയ്യ. എന്നാ നമ്മുടെ കല്യാണം? എനിക്കെങ്ങനെ അറിയാം? എന്റെ വീട്ടിൽ കല്യാണക്കാര്യം പറഞ്ഞാൽ ഏട്ടൻ പറയും, ഇഫ് ഷീസ് ഫ്രം എ ഗുഡ് ഫാമിലി ആൻഡ് യു ലൈക്ക് ഹെയർ. എനിക്ക് വിരോധമൊന്നുമില്ല. പിന്നെ ഇത്ര ധൃതി എന്താ? 1 വർഷം കൂടി കഴിഞ്ഞു പോരെ? അതിൽ കൂടുതലൊന്നും ഏട്ടൻ പറയില്ല. പറയാൻ ഏട്ടന് സമയവും ഉണ്ടാവില്ല. ആ, എന്റെ വീട്ടിലാണെങ്കിലും ആദ്യം പഠിത്തം കഴിയട്ടെ. എല്ലാം ഞങ്ങൾ തീരുമാനിച്ച് ഭംഗിയായി നടത്തി തരുന്നുണ്ട്. ആകെ കൂടി ഒന്നല്ലേ ഉള്ളൂ. എല്ലാവും പറയുക. അപ്പൊ 1 വർഷം വെയിറ്റ് ചെയ്യാം. അതുവരെ നമ്മുടെ 2 പേരുടെ വീട്ടുകാരും ഇതറിയണ്ട. അറിഞ്ഞാൽ ഡാഡി ഡബിൾ ബാറിലെടുക്കും. മൂപ്പിൽസ് വീട്ടിലില്ലാത്ത സമയത്ത് അതെടുത്ത് വല്ല അടുപ്പിലും വയ്ക്കും. അതുപോട്ടെ, അടുത്ത വർഷം എന്ത് വന്നാലും വിവാഹം. ഓരോ മാസവും 10 ദിവസം കുറയ്ക്കാൻ എന്താ വഴി? ഇതാണ് പറയുന്നത് മനപ്പൊരുത്തം. എന്താ? ഈ കവറിനുള്ളിലെ ഒരേ ഒരു കല്യാണ സാരിയേ ഉള്ളൂ. അത് തന്നെ നീ അറിയാതെ എടുത്തു. ഞാൻ എന്തിനാ അത് കൊണ്ടുവന്നറിയാമോ? എന്തിനാ? ശോഭയ്ക്ക് വേണ്ടിയാണ്. ഈ സാരി എടുത്ത് വേണം കല്യാണപ്പന്തലിൽ നിന്നെ കാണാൻ. ഇത് സൂക്ഷിച്ചു വെച്ചോളൂ. പക്ഷേ എത്ര നാളായി കാത്തിരിപ്പ്? വിവാഹം വരെ.
വീണ പിടിക്കണ്ടേ? വേണ്ട, എനിക്ക് പ്രാക്ടീസ് ചെയ്യണ്ട. ചേടാ, ഒരു ഉപകാരം ചെയ്യാന്ന് വിചാരിച്ച സമ്മതിക്കരുത് കേട്ടോ. അല്ല, അതിനിടയ്ക്ക് പിണങ്ങിയോ? വേണ്ട, സ്കേറ്റിങ്ങും വേണ്ട, ഒരു മണ്ണാങ്കട്ടിയും വേണ്ട. മനപ്പൂർവ്വം എന്നെ ഉരുട്ടിയിടുകയല്ലേ? ഇനി ഉരുട്ടിയിടില്ല. വാ. നോ, ഐ നോട്ട് കമ്മിങ്. തീർച്ചയാണോ? എനിക്ക് ദേഷ്യം വരും. വന്നോട്ടെ. ദേഷ്യം വന്നാൽ ഞാൻ എന്ത് ചെയ്യുമെന്ന് എനിക്കെന്നറിയില്ല. എന്ത് വേണോ ചെയ്തോ, എനിക്കെന്താ? ഒന്നുമില്ലേ? ശരി. ഇന്ന് ഇവിടെ ഒന്ന് പേടിപ്പിച്ചിട്ട് ബാക്കി കാര്യം. ഐ എം സോറി സർ. മൾട്ടിപ്പിൾ കോമ്പൗണ്ട് ഫ്രാക്ചർ ആണ്. മാത്രമല്ല നീ ക്യാപ് തകർന്നിരിക്കുകയാണ്. കാൽ മുറിച്ചു കളയേണ്ടിയിരിക്കുന്നു. ചെലവ് കൂടുതലാണെങ്കിലും റിട്സ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതാണ് ഭംഗി. വൈകുന്നേരം ഫ്ലൈറ്റ് ഉണ്ട്. അവിടുത്തെ ബോൺ സ്പെഷ്യലിസ്റ്റിനെ കൺസൾട്ട് ചെയ്യുന്നതാണ് നല്ലത്. നിതിൻ, എക്സ്പെൻസ് ഒരു പ്രശ്നമല്ല. അവസാനത്തെ ഒരു ചാൻസ് കൂടി നോക്കാം. എന്നിട്ടും കാല് മുറിച്ചേ പറ്റൂ എന്ന് പറഞ്ഞാൽ വി കോണ്ട് ഹെൽപ്പ് ഇറ്റ്. എല്ലാവരും വിളിച്ചു വരുന്നതല്ലേ. ചേട്ടാ, അത് ഞാനിപ്പോ വിളിച്ചത് ഒരു കാര്യം പറയാനാണ്. എനിക്ക് ഹോസ്പിറ്റലിൽ പോകാനും ഒപ്പം ഇരിക്കാനൊന്നും സമയമില്ല. അവനോടൊപ്പം നിതിൻ പോയി അവനെ അവിടെ അഡ്മിറ്റ് ചെയ്യണം. ഐ വിൽ മീറ്റ് ഓൾ യുവർ എക്സ്പെൻസസ്. എല്ലാം ഇങ്ങനെയൊക്കെ ആയെന്ന് കരുതിയാൽ മതി. പ്രതീക്ഷകളെല്ലാം നടന്നാൽ മനുഷ്യർക്ക് അറിയാൻ മറന്നുപോയില്ലേ? ഇന്ന് പോകുന്നേ. വൈകിട്ട് ഞാൻ കാത്തിരിക്കും. ഞാനൊന്നും വരില്ല. ആനന്ദ്, ഞാൻ വന്നാൽ അത് ശോഭയെ വേദനിപ്പിക്കാൻ വേണ്ടി മാത്രമാവും. അത് വേണ്ട. നമുക്കിനി ഒരുമിച്ച് തുള്ളിച്ചാടാനാവില്ല, നൃത്തം വയ്ക്കാനാവില്ല. ഹൃദയം തുറന്ന് ചിരിക്കാനോ പിണങ്ങാനോ കൂടി ആവില്ല. ആവശ്യമില്ലാത്തൊന്നും പറയണ്ട. പറയാൻ എളുപ്പമാണെന്നറിയാം. എങ്കിലും കഴിഞ്ഞതെല്ലാം മറക്കാൻ നോക്കണം. എനിക്കറിയിച്ചു കിടന്നു അല്ലേ? ഇത് കേട്ടാത്തോളം ഇപ്പൊ കരയല്ലെന്ന്. എനിക്ക് കഴിയാത്തത് ശോഭയോട് ചെയ്യാൻ പറയാം ഞാൻ. കരഞ്ഞോളൂ. കരയാൻ കഴിയുന്നത് ഭാഗ്യം ചെയ്തവരാ.
ശോഭ ശോഭ അനന്ത് അനന്ത് എനിക്ക് ഒന്നും മനസ്സിലാകുന്നില്ല ഡോക്ടർ. യു ആർ ഫൈൻ ആനന്ദ്. നിങ്ങളുടെ ഓപ്പറേഷൻ കഴിഞ്ഞു. നിങ്ങൾക്ക് കാൽ തിരിച്ചു കിട്ടും. കുറച്ച് സമയം എടുക്കുന്നേ ഉള്ളൂ. യു വിൽ ബി ഓൾ റൈറ്റ്. റിയലി? താങ്ക് യു ഡോക്ടർ. ഇറ്റ്സ് ഓൾ റൈറ്റ്. ഐ സീ ടുമോറോ. സ്ലീപ് വെൽ. സ്വീറ്റ് ഡ്രീംസ്. ശോഭ ഇതറിഞ്ഞാൽ അവൾക്ക് എന്ത് സന്തോഷമായിരിക്കും. പൂർണ്ണമായും സുഖമാകാൻ 6 മാസമെങ്കിലും വേണമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. ഞാൻ അതിനിടയ്ക്ക് വരാം. എനിക്കൊരു ജോലിയൊക്കെ ശരിയായിട്ടുണ്ട് ബാങ്കിൽ. മൺഡേ എനിക്ക് ജോയിൻ ചെയ്യണം. നീ ഇനിയിവിടെ നിൽക്കണമെന്നില്ല. ഇന്നിനെ പറ്റുള്ളൂ. ഇവിടെ എല്ലാ സൗകര്യങ്ങളും ഉണ്ടല്ലോ. പിന്നെ എനിക്കൊരു ഉപകാരം ചെയ്യാമോ? പറയാൻ എനിക്ക് മറ്റാരുമില്ല. നീ എന്താ ഇങ്ങനെയൊക്കെ പറയാനാനത്? ശോഭയെ കണ്ട് എല്ലാം അറിയിക്കണം. ശോഭയ്ക്കുള്ള എഴുത്തുകൾ ഞാൻ നിന്റെ പേരിൽ എഴുതാം. അവൾക്ക് എത്തിക്കണം. ഇത്രയുള്ളോ? ഏറ്റു. ഇനി നിനക്ക് അവളെ കാണണമെന്ന് തോന്നിയാലും പറഞ്ഞോ. അടുത്ത നിമിഷം ആരും പറയാതെ അവളെ തൂക്കിയെടുത്ത് ഇവിടെ കൊണ്ടേ എത്തിക്കും. അതൊന്നും വേണ്ട. പറ്റുമെങ്കിൽ അയാളുടെ കയ്യിൽ ആ തോക്ക് ഒതുക്കാൻ നോക്ക്. അതിന് മാത്രം എനിക്ക് പേടിയില്ല. വഴിയുണ്ട്. പിന്നെ ഈ പോസ്റ്റ്മാൻ ജോലി ചെയ്യുന്നതിന് പ്രത്യേക ശമ്പളം തരണം. നിന്റെ ചേട്ടൻ കുറെ കാശ് ഏൽപ്പിച്ചിട്ടുണ്ട്. നിന്റെ 6 മാസത്തെ എല്ലാ ചെലവും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതാ ബാക്കി. കയ്യിലിരിക്കട്ടെ. ഇനി എത്ര വേണമെങ്കിലും വിളിച്ചു പറഞ്ഞാൽ മതി എന്നാ പറഞ്ഞിരിക്കുന്നത്. ഞാൻ മറ്റേ ഇനി പോയിട്ട് വേണം ടിക്കറ്റ് ശരിയാക്കാൻ. ഓക്കെ, താങ്ക് യു. നമ്മുടെ ഇടയിൽ ഫോർമാലിറ്റീസ് ഒന്നും വേണ്ട മോനെ. പക്ഷേ നിന്നെപ്പോലൊരു കൂട്ടുകാരനെ കിട്ടിയത് എന്റെ ഭാഗ്യമാണ്. എന്താ സാറേ ഇവിടെ ഒറ്റയ്ക്ക്? ഓ വെറുതെ. തടാകക്കര വരെ പോകാനുള്ള പെർമിഷൻ ഉണ്ട്. ആരാന്ന് കൊണ്ടുപോവുക? എനിക്കിവിടെ എല്ലായിടത്തും പോകാനുള്ള പെർമിഷൻ ഉണ്ട്. ഞാൻ കൊണ്ടുപോകാം. എന്നോട് പറഞ്ഞാ പോരായിരുന്നു. അത് കൊള്ളാം. സാറേ, ഞാൻ പറ്റിക്കുന്നവനെന്നാ എല്ലാരും പറയുന്നത്. അസൂയ കൊണ്ടാ. എല്ലാവരും എന്നെ പോലെ കഴിയണമെന്ന് മോഹമുണ്ട്. പക്ഷെ സാധിക്കുന്നില്ല. കഴുത മക്കത്ത് പോയ ഹാജിയാവോ? അതാ അസൂയ. എന്താ നടത്തിയത്? ഒരു 2 രൂപ തന്നു സാറേ. എന്തിനാ മുത്തു? ദൈവത്തിന് കൊടുക്ക. ദൈവത്തിനോ? ആ, ഒരു 2 രൂപ തന്നു സാറേ. ഇപ്പൊ വരാം. എടാ ദൈവം, എത്രയാ? ഒരു 150. ആ പറഞ്ഞു ശരി. കാല് വയ്യെങ്കിലും വെള്ളടിക്ക് കുറവില്ലല്ലേ? ആ, വല്ലയിടത്തും വീട് ഒഴിഞ്ഞതാവും. അതെ.